നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 3-ാം മൈൽ പറക്ലായ് റോഡിൽ പൂതങ്ങാനത്ത് റോഡിന്റെ അരിക് ഇടിഞ്ഞു താഴ്ന്നു. ഒഴിവായത് വൻ ദുരന്തം. വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷന് ശാപമോക്ഷം. പുതിയ കെട്ടിടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 15,000 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു. രാസലഹരിയും പുകയില ഉൽപ്പന്നങ്ങളായ ലഹരി വസ്തുക്കളും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ തടയണമെന്ന ആവശ്യമുന്നയിച്ചും സാമൂഹ്യ അവബോധം ലക്ഷ്യമിട്ടും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സൈക്കിൾ റൈഡ് നടത്തി. വെള്ളക്കെട്ടിൽ വീണു മരിച്ച കോട്ടിക്കുളം സ്വദേശി സാദിഖ് പകർത്തിയ കാലവർഷക്കെടുതിയുടെ വീഡിയോ നൊമ്പര കാഴ്ചയായി മാറുന്നു. പട്ലയിലെ ഭാര്യ വീടിനടുത്ത് വെച്ചാണ് സാദിഖ് കാൽ തന്നെ തോട്ടിൽ വീണത്. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 17 പോലീസ് ഓഫീസർമാർക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മോൾ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. വാർത്തകൾ വിശദമായി. 3-ാം മൈൽ പറക്ലായ് റോഡിൽ പൂതങ്ങാനത്ത് റോഡിന്റെ അരിക് ഇടിഞ്ഞു താഴ്ന്നു. ഒഴിവായത് വൻ ദുരന്തം. വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് 3-ാം മൈൽ പറക്ലായ് റോഡിൽ പൂതങ്ങാനത്ത് റോഡിന്റെ അരിക് ഇടിഞ്ഞു താഴ്ന്നത്. സംഭവ സമയത്ത് വാഹനങ്ങളൊന്നും അതുവഴി കടന്നു പോകാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ശക്തമായ മഴവെള്ളപ്പാച്ചലിൽ നിലംപതിച്ചു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലാണോ മതിൽക്കെട്ടോ ഇടിഞ്ഞു വീണോ നാശനഷ്ടം സംഭവിച്ചത്. ക്ഷേത്ര മതിൽക്കെട്ടിന് സമീപത്തുകൂടി കോൺക്രീറ്റ് റോഡ് കടന്നു പോകുന്നുണ്ട്. റോഡിന് സമീപമുള്ള വളപ്പുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വെള്ളം ശക്തിയായി ഈ റോഡിലൂടെയാണ് കുതിച്ചു പായുന്നത്. വെള്ളം കടന്നു പോകുന്നതിന് പ്രത്യേകമായി ഓവുചാൽ ഈ റോഡിന് ഇരുവശത്തുമായി ഇല്ല എന്നത് വെള്ളപ്പാച്ചിലിന്റെ ശക്തി കൂട്ടുന്നു. മഴവെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് മതിൽക്കെട്ടിൽ തട്ടിയാണ് മതിൽ ഇടിഞ്ഞു വീണ നാശനഷ്ടത്തിന് ഇരയായത്. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ക്ഷേത്രഭാരവാഹികൾ പറയുന്നു. ചിരപുരാതനമായ വേലാശ്വരം ശ്രീ വ്യാസേശ്വരം ശിവക്ഷേത്രത്തിലെ പുരാതനമായ ചുറ്റുമതിൽ ഇന്നലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തകർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിലിപ്പോൾ അഷ്ടബന്ധ ബ്രഹ്മകലശത്തിൻ്റെ ഭാഗമായി ജീർണോദ്ധാരണ പ്രവർത്തനം നടന്നു വരികയാണ്. ഏകദേശം 20 ലക്ഷത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനമാണ് ഉദ്ദേശിച്ച് നടന്നു വരുന്നത്. ഈ മതിൽ തകർന്നതിൽ ഏകദേശം 5 ലക്ഷത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട്. ക്ഷേത്രം അധികാരികളുമായി ബോർഡ് അധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ചെയർമാൻ വി ഗംഗാധരൻ മാസ്റ്റർ, ബോർഡ് മെമ്പർ AV നാരായണൻ, രതീഷ് പുല്ലൂർ, ജീർണാധാരണ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ വളപ്പിൽ, ചന്തു കുഞ്ഞി വേലാശ്വരം, വി കൃഷ്ണൻ, വി ബാലകൃഷ്ണൻ, കൃഷ്ണൻ കണ്ണൂത്തുവീട്, കെ സുന്ദരൻ, ക്ഷേത്രം ജീവനക്കാരൻ സുരേഷൻ TV, വി രാജേഷ്, മാതൃസമിതി ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് രൂക്ഷമായ മഴവെള്ളക്കെട്ടിനെ അതിജീവിക്കാനുള്ള പ്രവൃത്തികൾ നടത്തി. ന്യൂസ് ബ്യൂറോ, വേലാശ്വരം. നീലേശ്വരം റെയിൽവേ സ്റ്റേഷന് ശാപമോക്ഷം. പുതിയ കെട്ടിടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ആശ്രയിക്കുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. കാലങ്ങളായി സ്റ്റേഷനോട് കടുത്ത അവഗണന തുടരുന്നതിനെതിരെ പ്രതിഷേധവുമായി സന്നദ്ധ പ്രവർത്തകരും യാത്രക്കാരും രംഗത്തെത്തിയിരുന്നു. ഏറെക്കാലത്തെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നവീകരണ പ്രവൃത്തികളുമായി റെയിൽവേ മുന്നോട്ടു വന്നത്. പുതിയ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന് ആധുനിക രീതിയിലുള്ള പ്രവേശന കവാടം, പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് താഴെ പുതിയ പാർക്കിംഗ് സമുച്ചയം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത്. 4 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നത്. 6 മാസമാണ് നിർമ്മാണ കാലാവധി.
നിർമ്മാണം പുരോഗമിക്കുന്നതനുസരിച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുബന്ധ പ്രവൃത്തികൾക്ക് കൂടുതൽ തുക അനുവദിക്കും. തീവണ്ടികളുടെ പോക്കുവരവ് സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും. സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലും പ്ലാറ്റ്ഫോമുകളിലുമായി CCTV ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം യാത്രാ ഇനത്തിൽ മാത്രം സ്റ്റേഷന് 8 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. ശരാശരി 6500 യാത്രക്കാർ പ്രതിദിനം നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ പുതിയ തീരുമാനം യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളും അനുവദിക്കണമെന്ന ആവശ്യവും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 15,000 രൂപ പിഴയും അടച്ചില്ലെങ്കിൽ 9 മാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 15,000 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു. ഹോസ്ദുർഗ് താലൂക്കിൽ ബല്ല ഗ്രാമത്തിൽ കോട്ടേഴ്സിൽ താമസിക്കുന്ന 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ 2023 ഡിസംബർ മാസത്തിലാണ് പ്രതി ഹൈദരലി ലൈംഗികമായി പീഡിപ്പിച്ചത്. പ്രതി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെൺകുട്ടി താമസിച്ചു വരുന്ന കോട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കയറി കുട്ടിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിലാണ് ഹോസ്ദുർഗ് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് സുരേഷ് PM ശിക്ഷ വിധിച്ചത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായിരുന്ന സുഭാഷ് ബാബു കെയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ A ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാസലഹരിയും പുകയില ഉൽപ്പന്നങ്ങളായ ലഹരി വസ്തുക്കളും നിർമ്മാണഘട്ടത്തിൽ തന്നെ തടയണമെന്ന ആവശ്യമുന്നയിച്ചും സാമൂഹ്യ അവബോധം ലക്ഷ്യമിട്ടും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സൈക്കിൾ റൈഡ് നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ P അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശനിയാഴ്ച രാവിലെ തൃക്കരിപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. മനുഷ്യരെ കാർന്നു തിന്നുന്ന എല്ലാ ലഹരി വസ്തുക്കളുടെയും നിർമ്മാണം ഉറവിടത്തിൽ തടയണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ സൈക്കിൾ റൈഡ് കനത്ത മഴയിലാണ് നടന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ P അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഒരു സബ് സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ ആമാശയത്തിലെ ക്യാൻസർ, അതുപോലെ ലങ് ക്യാൻസർ, ഇതൊക്കെ കൂടുതലായി കാണുന്ന ആൾക്കാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഒരു കാരണം ഇന്നു മുമ്പ് ഇപ്പം നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിനു മുമ്പൊക്കെ നമുക്ക് ചെറുപ്പകാലത്ത് നമുക്ക് സാധുവീടിൻ്റെ ഒക്കെ പരസ്യം നമ്മൾ റേഡിയോയിൽ കാണാറുണ്ടായിരുന്നു. IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ C ശ്രീകുമാർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, അനൂപ് കല്ലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വെള്ളക്കെട്ടിൽ വീണ് മരിച്ച കോട്ടിക്കുളം സ്വദേശി സാദിഖ് പകർത്തിയ കാലവർഷക്കെടുതിയുടെ വീഡിയോ നൊമ്പര കാഴ്ചയായി മാറുന്നു. പട്ലയിലെ ഭാര്യ വീടിനടുത്ത് വെച്ചാണ് സാദിഖ് കാൽ തെന്നി തോട്ടിൽ വീണത്. മഴയുടെ ഭീകരത അത്രയും സാദിഖ് അവസാനമായി പകർത്തിയ ദൃശ്യങ്ങളിൽ കാണാം. നല്ല മഴ, ഇത് വൈഫ് ഹൗസിലൂടെ വെള്ളം കയറുന്നില്ല. ഇവിടെ പട്ടളത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ കാര്യമായ കാറ്റും മഴയും. അത് പോയ നോർന്ന് മാറുന്നു, ഫുള്ള് സെൻറ്റർ പോയാലുള്ള. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 17 പോലീസ് ഓഫീസർമാർക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാൾ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 17 പോലീസ് ഓഫീസർമാർക്ക് യാത്രയയപ്പ് നൽകിയത്. കാഞ്ഞങ്ങാട് ബിഗ് മാൾ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി IPS ഉപഹാരങ്ങൾ സമ്മാനിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. തന്നെ ഒരു സർവീസ് ചെയ്യുന്ന തന്നെ
ഒരു വലിയ കാര്യമാണ്. ഇന്ന് സർവീസിൽ വിരമിക്കുന്ന കൂടുതൽ ആൾക്കാർ 33 വർഷം സർവീസ് ചെയ്ത ആൾക്കാരാണ്. എന്തുകൊണ്ട് 33 വർഷം മാക്സിമം ആണ്, 33 ഇപ്പോൾ ഉള്ള മാക്സിമം ആണ്. പക്ഷേ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം, ഞാൻ ആദ്യ തവണയാണ് ഒരു എവിടെയെങ്കിലും 56 വർഷത്തെ റിട്ടയർമെൻറ്റ് കേട്ടത് ആദ്യ തവണ. എൻ്റെ നാട്ടിലുള്ള 60 വർഷമാണ് സർവീസിൽ വിരമിക്കുന്നത്. KPA ജില്ലാ പ്രസിഡന്റ് രാജ്കുമാർ ഭാവിക്കര അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ, ഡിവൈഎസ്പിമാരായ ബാബു പെരിങ്ങേത്ത, CK സുനിൽകുമാർ, VV മനോജ്, ഉത്തം ദാസ്, KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP മഹേഷ്, KPOA ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ, KPOA നിർവാഹക സമിതി അംഗം M സദാശിവൻ, KPA നിർവാഹക സമിതി അംഗം പ്രകാശൻ എന്നിവർ സംസാരിച്ചു. SIമാരായ രമേശൻ, മധുസൂദനൻ, വാമനൻ, അസിസ്റ്റന്റ് SA ശൈലജ M എന്നിവർ മറുപടി പ്രസംഗം നടത്തി. KPOA ജില്ലാ സെക്രട്ടറി P രവീന്ദ്രൻ സ്വാഗതവും KPA ജില്ലാ ട്രഷറർ സുധീഷ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന SSK ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽ മണ്ണിടിഞ്ഞു താഴ്ന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. സർവശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വഴി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 1/4 കോടി രൂപ ചിലവിൽ 2 ക്ലാസ് മുറികൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി അടിത്തറ ബെൽറ്റിട്ട സ്ഥലത്തേക്ക് വെള്ളിയാഴ്ച രാവിലെ ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. തൊഴിലാളികൾ എത്തും മുമ്പായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. DRC കിട്ടുന്ന സ്ഥലമാണ്, ഈ ബിൽഡിംഗ് പുതുതായി കിട്ടുന്നതാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ കുന്ന് ഇടിച്ചിട്ടാണ് ഈ വിദ്യാലയം, ഈ സ്ഥാപനം കെട്ടുന്നത്. വിദ്യാലയത്തിനും മറ്റ് ഇതിലെ പോകുന്ന വഴിയാത്രക്കാർക്കും വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്കകം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഇതിന് മുകളിലുള്ള കെട്ടിടത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ക്ലാസ് ആരംഭിക്കാനിരിക്കവെയാണ് മുകളിൽ നിന്ന് ചരൽ മണ്ണിടിഞ്ഞ് താഴ്ന്നത്. തൊഴിലാളികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കിയേ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്താവൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അധ്യയന വർഷാരംഭത്തിന്റെ മുന്നോടിയായി കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ ശുചീകരിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ ശുചീകരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പരിസരവും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള NGO യൂണിയൻ സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് സ്കൂൾ കുട്ടികൾ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് സ്കൂളുകളെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾക്കാണ് വിധേയമായിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ശോഭ, സ്കൂൾ പ്രധാനാധ്യാപിക M അനിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി A വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലിച്ചാനടുക്കം മണ്ഡലം 17, 18 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. കാലിച്ചാനടുക്കം മണ്ഡലം 17, 18 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി മാറിയ മഹാത്മാഗാന്ധിയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള, അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരവസരമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 100 വർഷം പൂർത്തിയാകുന്ന വേളയിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള കുടുംബ സംഗമങ്ങൾ രാജ്യത്തെമ്പാടും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോൺഗ്രസിൻ്റെ മറ്റ് കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ നടത്താൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനമെടുത്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ജില്ലയിലെമ്പാടും
ഈ കുടുംബ സംഗമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കോടമ്പൂഴൂർ പഞ്ചായത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് 2 മണ്ഡലം കമ്മിറ്റിക്കാണുള്ളത്. കോടമ്പൂഴൂരും അതുപോലെ തന്നെ കാലിച്ചാടിക്കും. വാർഡ് പ്രസിഡന്റ് അഖിൽ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ മുരളി പനങ്ങാട്, ബ്ലോക്ക് സെക്രട്ടറി രാജൻ പൊയ്യളം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിത രാമകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മി തമ്പാൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കമണി, പഞ്ചായത്ത് അംഗം രാജീവൻ ചീരോൽ, കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ, നാരായണൻ സർക്കാരി, പ്രകാശൻ അയ്യങ്കാവ്, ലിനീഷ് കാലിക്കടവ്, സജീവൻ വയമ്പ്, രാഹുൽ നർക്കല, സുജിത് കാടൻമൂല, അഖിൽ നർക്കല എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നായി കുഞ്ഞമ്പൂ മണിയാണി, കാവുങ്കൽ നാരായണൻ, ശശിധരൻ, കരുണാകരൻ പുതിയവളപ്പ്, മാത്യു മണ്ണഞ്ചേരി, ഇന്ദിരാ നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഭിനന്ദ, ശിവനന്ദ പ്രകാശ്, ശ്രീനന്ദ പ്രകാശ് എന്നിവരെയും കലാമേഖലയിൽ കഴിവ് തെളിയിച്ച അർപ്പിത രാജൻ, ശ്രീനിക സഞ്ജയൻ, ആര്യശ്രീ, അനുശ്രീ, ശ്രീവേദ സഞ്ജയൻ, മനുപ്രിയ എന്നീ പ്രതിഭകളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ശിഖര കലശാഭിഷേകം നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. കൊല്ലൂർ മൂകാംബിക ദേവി സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശിഖര കലശാഭിഷേകം ഇത്തവണയും നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിവിധ പൂജാദികളോടെയാണ് നടന്നത്. താഴികക്കുടത്തിൽ ഇളനീർ, പാൽ, തേൻ, നെയ്, ചന്ദനവെള്ളം, പനിനീർ എന്നിവയാൽ അഭിഷേകം നടന്ന ശേഷം പ്രവേശന കവാടത്തിലേക്ക് വാദ്യം, ഭജന, ലളിതാ സഹസ്രനാമം, രത്നക്കല്ല് പതിച്ച വെള്ളിക്കുട എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചിരുത്തി മംഗളാരതി ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് ദേവിക്ക് കൺമഷി എഴുതി വ്രതത്തിലിരുന്ന ഒരമ്മ ആരതി ചെയ്ത ശേഷം അന്നദാനവും അഭിഷേക പ്രസാദ വിതരണവും നടത്തി. തുലാഭാരവും നടന്നു. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ചാർട്ടർ നൈറ്റ് ആഘോഷിച്ചു. ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 മുൻ ഗവർണർ TK രജീഷ് ഉദ്ഘാടനം ചെയ്തു. 1967 ചാർട്ടർ ചെയ്ത കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ 58ാമത് ചാർട്ടർ നൈറ്റ് വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. മേലാങ്കോട്ട് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 മുൻ ഗവർണർ TK രജീഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ക്ലബ്ബാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ഞാൻ ഗവർണറായ സമയത്ത് പ്രസിഡന്റ് സജീവ് ഒരുപാട് സഹകരണ പ്രവർത്തനങ്ങളും 2-3 ഓഫർ പ്രോഗ്രാമുകളൊക്കെ വളരെ മനോഹരമായി പ്രവർത്തിച്ചൊരു വർഷമായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു 150 ക്ലബ് പ്രസിഡന്റുമാർ കൂടുതൽ ആദ്യത്തെ 10 പ്രസിഡന്റുമാരിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ലയൺ എഞ്ചിനീയർ സജിത്ത് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു ലോഡർഷിപ്പ് ഒരു മനോഹരമാക്കി വരുന്നത്. നമ്മുടെ പോസ്റ്റ് അദ്ദേഹം ഞാൻ ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ച് തോറ്റപ്പോൾ ഈ പരിപാടി നിർത്താതെ പറഞ്ഞത് അത് എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും പിന്നോട്ട് പോയത് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വിളിച്ച ഒരാളാണ് ശ്രീനിവാസനെ സാർ. അദ്ദേഹം ഒരു വിളി നടത്തിയെങ്കിൽ ചിലപ്പോൾ ഞാനിത് ഗവർണർ പോലെ ആയിട്ടാവില്ല. കാരണം നല്ല ജയിക്കുമെന്ന് പ്രതീക്ഷ മത്സരത്തിൽ തോറ്റിട്ട് ഇങ്ങനെ പരിപാടി വേണ്ടാന്ന് വെച്ച ഒരാളായിരുന്നു. പിന്നെ സാറെ വിളിച്ച് പറഞ്ഞു പറയാൻ പറ്റില്ല, എന്തായാലും ഇല്ലാതെ. അതുകൊണ്ട് എനിക്ക് ഗവർണറാകാൻ പറ്റി, നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റി. അത് മാത്രമല്ല, ഞാൻ കൺവെൻഷൻ പോയി ഗവർണറായി വന്നപ്പോൾ ഫസ്റ്റ് നടത്തിയ മീറ്റിംഗ് നമ്മുടെ ഫസ്റ്റ് ഓണർ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ 2023-24 ഓണർ കമ്മിറ്റി മീറ്റിംഗ്. അത് ഞാൻ പുതിയ ഫ്ലാറ്റിൽ താമസം ആ ഫ്ലാറ്റിൽ തന്നെ വെച്ച് നടത്തി. അത് അദ്ദേഹം എനിക്ക് തന്ന ഒരു എന്താ പറയുക, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണറാണ്. അത് ഇത്ര 20 വർഷത്തിന് ശേഷം ഇതിനുള്ള ഒരു ഗവർണർമാർ കൊടുക്കാതെ അദ്ദേഹം ഒരു സ്വന്തമായി ഷോള് വിട്ടിട്ട് കൊണ്ടുവന്ന് എല്ലാവരും
ക്ലബ് പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറവങ്കര അധ്യക്ഷത വഹിച്ചു. A gesture that changed the course of my life in ways words may never express. Tonight marks a celebration not just of years but vision of perseverance and of unity. It is my profound privilege to address you as a president of a club that was started 58 glorious years ago, when I myself was merely 6 years old. Imagine the honor of occupying a seat once held by some of the legendary stalwarts of Kannada. ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീനിവാസ പൈ മുഖ്യപ്രഭാഷണം നടത്തി. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേനായി, കാസർഗോഡ് ഡിസ്ട്രിക്ട് സെക്രട്ടറി കെ സുകുമാരൻ നായർ, സെഡ്സി പ്രദീപ് കെ, മുൻ ക്ലബ് പ്രസിഡന്റ് എഞ്ചിനീയർ വി സജിത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ കുട്ടികൾക്ക് പരേതയായ സുധാശ്യാമിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമെന്റോയും വിശിഷ്ടാതിഥി നൽകി. കൂടാതെ മുൻ ക്ലബ് പ്രസിഡന്റുമാർ MJF, PMJF അംഗങ്ങളെയും ആദരിക്കുകയും ക്ലബ് ബുള്ളറ്റിനായ ഇൻസ്പയറിംഗ് റോൾസ് 4ാം എഡിഷൻ പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടോടി ചെറിയകടവ് CK മമ്മൂട്ടി ചാന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്കൂൾ PTA പ്രസിഡന്റ് CK ഉമ്മറും കുടുംബവും നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെ സമർപ്പണം കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൊട്ടോടി ചെറിയകടവ് CK മമ്മൂട്ടി ചാന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്കൂൾ PTA പ്രസിഡന്റ് CK ഉമ്മറും കുടുംബവും നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെ സമർപ്പണം നടന്നു. കളർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര സുരക്ഷിതമായ ഒരു ഗേറ്റ് ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഉമ്മർച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ സ്മരണാർത്ഥമാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയത്. നമുക്കറിയാം, മമ്മൂട്ടിച്ചനെ കുറിച്ച് നമുക്ക് അറിയാത്തവരുണ്ടായില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, SMC ചെയർമാൻ B. അബ്ദുള്ള, പ്രധാനാധ്യാപിക ബിജി ജോസഫ്, പ്രിൻസിപ്പൽ ജോബി ജോസ്, മദർ PTA പ്രസിഡന്റ് ഷീല, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടോടി. പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി K. പുഷ്പരാക്ഷന് യാത്രയയപ്പ് നൽകി. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 30 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. പുഷ്പരാക്ഷന് ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ ഗ്രേഡ് സൂപ്പർ എന്നാലും നിക്ഷേപം കൊണ്ടും ലോൺ വിതരണം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സഹകരണ സംഘമാണ് പള്ളിക്കര സർവീസ് സഹകരണ. പുഷ്പരാക്ഷന് ഉപഹാരങ്ങൾ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് K. രവിവർമ്മൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ, BRDC MD ഷിജിൻ പറമ്പത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, മെമ്പർ VK അനിത, മധു മുതിയക്കാൽ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, ഹക്കീം കുന്നിൽ, MA ലത്തീഫ്, KA ബക്കർ, P. ഇന്ദിര, KV ഭാസ്കരൻ, PK കുഞ്ഞബ്ദുള്ള, PVT സുനിൽകുമാർ, T. സുധാകരൻ, K. രവീന്ദ്രൻ, P. കൃഷ്ണൻ, പ്രശാന്ത് മുക്കൂട് എന്നിവർ സംസാരിച്ചു. K. പുഷ്പരാക്ഷൻ യാത്രയപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പള്ളിക്കര ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി V. രാജേന്ദ്രൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് M. ഹസീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അലാമിപ്പള്ളി ചിന്ത വായനശാല ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥാലയം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി. കവയിത്രി പുഷ്പ കുളവയൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചിന്ത വായനശാല ആൻഡ് ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദി അലാമിപ്പള്ളി ഗ്രന്ഥാലയം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി. കവയിത്രി പുഷ്പ കുളവയൽ ഉദ്ഘാടനം നിർവഹിച്ചു. വായിച്ചു വളരട്ടെ, അന്ധകാലത്തിൽ നിന്നും നമ്മുടെ മക്കൾ ചിന്തിച്ച് നല്ല വെളിച്ചത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു കവിതയെ കൂടെ പാടി ഞാനിവിടെ അവസാനിപ്പിക്കാം. ഭ്രാന്തി എന്നാണ് കവിതയുടെ പേര്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലെ ഒരു കവിതയാണ് ഭ്രാന്തി എന്നാണ് കവിതയുടെ പേര്.
കാലം തെറ്റിയ മഴയ്ക്കോ ഭ്രാന്ത്, ഗതി മാറിയൊഴുകും പുഴയ്ക്കോ ഭ്രാന്ത്. കാലം തെറ്റിയ മഴയ്ക്കോ ഭ്രാന്ത്, ഗതി മാറിയൊഴുകും പുഴയ്ക്കോ ഭ്രാന്ത്. എച്ച് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. എച്ച് കെ ദാമോദരൻ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. കെ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. എൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കെ ചന്ദ്രൻ സ്വാഗതവും ശശികല ഭരതൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ മധുസൂദനൻ, ഹെഡ്മിസ്ട്രസ് ബിന്ദു എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ കെ മധുസൂദനൻ, സ്ഥലം മാറിപ്പോകുന്ന ഹെഡ്മിസ്ട്രസ് PM ബിന്ദു എന്നിവർക്ക് PTA നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം കൈമാറി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോകുന്ന അധ്യാപക കൂടിയായിട്ടുള്ള മധുസൂദന മാഷാണ്. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നാളെയാണ് ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുന്നത്. SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, സജീവൻ മാസ്റ്റർ, രാജ ടീച്ചർ, PV ജനാർദ്ദനൻ മാസ്റ്റർ, സതീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. VK പ്രിയ സ്വാഗതവും പ്രേമ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. റോഡിന്റെ പാർശ്വഭിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് BJP പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിനു മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. അന്തർ സംസ്ഥാന പാതയായ പാണത്തൂർ സുള്ളിയ റോഡിൽ കല്ലപ്പള്ളി പാടിക്കൊച്ചി ജംഗ്ഷനിൽ പാർശ്വഭിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി ഗതാഗതം തടസ്സപ്പെട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയെന്നാരോപിച്ചാണ് BJP പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ കൽവെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, പാണത്തൂർ കല്ലപ്പള്ളി സുള്ളിയ അന്തർ സംസ്ഥാന റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നാട്ടിലെ യാത്രക്കാരും ഇവിടുത്തെ ആളുകളും വളരെയധികം ബുദ്ധിമുട്ടില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ വളരെ ഭീതിയോടുകൂടി മാത്രമേ ഇതിലെ യാത്രക്കാർക്കും ബസ്സുകൾക്കും അതുപോലെ ഇരുചക്ര വാഹനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നന്ദകുമാർ ബട്ടോളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P രാമചന്ദ്ര സരളായ, പഞ്ചായത്ത് പ്രസിഡന്റ് G രാമചന്ദ്രൻ, രാജഗോപാൽ ഭട്ട്, രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡിന്റെ സൈഡ് ഭിത്തി കെട്ടുന്നതിനായി 7.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രവൃത്തി സമയത്ത് തുടങ്ങാതെ മഴക്കാലത്തേക്ക് നീട്ടിവെച്ചത് പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പനത്തടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പൂടം കല്ലടക്കം ഉന്നതി സന്ദർശനവും പ്രശ്നപരിഹാര അദാലത്തും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയഭാസ്കര റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പനത്തടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പൂടം കല്ലടക്കം ഉന്നതി സന്ദർശനവും പ്രശ്നപരിഹാര അദാലത്തും സംഘടിപ്പിച്ചു. ബളാംതോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അദാലത്ത് ജില്ലാ പോലീസ് സൂപ്രണ്ട് വിജയഭാസ്കര റെഡ്ഡി IPS ഉദ്ഘാടനം ചെയ്തു. നമ്പർ വളരെ കൂടുതലാണ്. ആദൂർ, വേഴകം, വഴിയെടുക്ക, അമ്പൂത്തറ, ചിറ്റാരിക്കൽ, വെള്ളരിക്കുണ്ട്, രാജപുരം ഉൾപ്പെടെയുള്ള സ്റ്റേഷൻസാണ് ഉന്നതി നമ്പേഴ്സ് കൂടുതൽ. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഓൾദോ നമ്മുടെ പോലീസുകാർ വിസിറ്റ് നടത്തുന്നുണ്ട്, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിസിറ്റ്സ് സന്ദർശനം നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. രാജപുരം CI രാജേഷ് അധ്യക്ഷത വഹിച്ചു. SMS DYSP ഉത്തംദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാജപുരം പ്രിൻസിപ്പൽ SI പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ KK വേണുഗോപാൽ, PTA പ്രസിഡന്റ് വേണു KN, പ്രിൻസിപ്പൽ ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. അദാലത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പരാതികൾ സ്വീകരിച്ചു.
ട്രൈബൽ ഓഫീസർ വിഇഒ, KCB, വാട്ടർ അതോറിറ്റി, ഫോറസ്റ്റ്, എക്സൈസ്, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ സംബന്ധിച്ചു. പരാതികൾക്ക് അടിയന്തര നടപടികൾക്കായി പോലീസ് സൂപ്രണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പൂടംകല്ലടുക്കം ഉന്നതി സന്ദർശിക്കുകയും ഉന്നതിയിലെ സാമൂഹിക പഠന കേന്ദ്രത്തിലെത്തി വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കായുള്ള ഇൻഡോർ പ്ലേ ഏരിയ സ്ലൈഡ് ആൻഡ് റൈഡ് കുട്ടികൾക്കായി സമ്മാന പദ്ധതി ഒരുക്കി. നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കായുള്ള ഇൻഡോർ പ്ലേ ഏരിയ സ്ലൈഡ് ആൻഡ് റൈഡ് കുട്ടികൾക്കായി സമ്മാന പദ്ധതി ഒരുക്കി. നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. സമ്മാനം നേടിയ കുട്ടികൾക്ക് സ്ഥാപന ഉടമ ലയയുടെ മകൾ ഐറിസ് സമ്മാന വിതരണം നിർവഹിച്ചു. ഇസാഖ്, റസിയ, സൈനാബ്, ദക്ഷിണ, ആൽവിൻ, സനോജ് എന്നിവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന 8 സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറും മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ പ്രധാനാധ്യാപികയുമായ KP ശ്രീജ, ഒളവറ സങ്കേത GUP സ്കൂളിലെ PV രാജീവൻ, കുലേരി ഗവൺമെന്റ് LPയിലെ P രാജശ്രീ, മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ VP ഷൌജത്ത്, ബീരിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ AV സദാനന്ദൻ, IT ALP സ്കൂളിലെ KV വിമലകുമാരി, വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ VV ശോഭന, ഉടുമ്പുത്തല ഗവൺമെന്റ് LP സ്കൂളിലെ K പ്രീതി എന്നിവർക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ആ 7 സ്കൂളുകളിലെയും പ്രധാനാധ്യാപകന്മാർ റിട്ടയർ ചെയ്യുന്ന ഒരനുഭവം അതൊരു പക്ഷെ ആദ്യമായിട്ടായി. പ്രധാന അധ്യാപകന്മാരായ നമ്മുടെ സ്കൂളിലെ 7 അധ്യാപകന്മാരും റിട്ടയർ ചെയ്ത് സർവീസിന് വിരമിക്കുക. അതോടൊപ്പം തന്നെ 7 സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകർ കൂടി വരിക. അങ്ങനെ 8 അധ്യാപകന്മാരുടെ റിട്ടയർമെന്റാണ് ഈ വർഷം നടന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, M ഷൈമ, സാജിദ സർഫുള്ള, KV കാർത്യായനി, KM ഫരീദ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, ഹരിത കേരള റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, KP ശ്രീജ, C സനൂപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ഏഴോം ബോട്ടുകടവിലെ ഷർമിയ എന്ന യുവതിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാടൊന്നാകെ കൈകോർത്ത് നീങ്ങിയപ്പോൾ തങ്ങളുടെ സഹായവും ഉറപ്പാക്കി തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് ആപ്ത മിത്ര വോളണ്ടിയർമാരും. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കൂടിയായ തൃക്കരിപ്പൂരിലെ അസ്ലമിന്റെ ഭാര്യ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 23-കാരിയായ ഷർമിയയുടെ ശസ്ത്രക്രിയയ്ക്ക് 35 ലക്ഷം രൂപ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് സുമനസുകളുടെ സഹായത്താൽ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കാനായത്. സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ കഴിയുന്ന സഹായം നിലയം അധികൃതർക്ക് കൈമാറുകയും സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ കഴിയുന്ന സഹായം നിലയം അധികൃതർക്ക് കൈമാറുകയും സേനാ അംഗങ്ങൾ അവരുടെ വിഹിതവും ചേർത്താണ് ഏഴോത്ത് നിന്നെത്തിയ ചികിത്സാ സമിതി ഭാരവാഹികൾക്ക് കൈമാറിയത്. നിലയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ ചികിത്സാ സഹായം കൈമാറി. സംയുക്തമായി അതിൻ്റെ ഈ സംവിധാനം ഈ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നു എന്നുള്ളത് ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നാട്ടിലൊക്കെ ചികിത്സാ സഹായങ്ങൾ നിരവധിയായി നടക്കുന്നുണ്ട്, നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ സംവിധാനം ഒട്ടേറെ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം അല്ലെങ്കിൽ നമ്മളെ പ്രളയം പോലെ തീപിടുത്തം പോലെ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളെ സഹായത്തിന് സജീവമായി മുന്നിട്ടിറങ്ങുന്നവരാണ്. അപ്പോൾ ഈ ജനങ്ങളെ ഈ ചികിത്സ ആവശ്യത്തിന് പോലും ഇത്തരം
പ്രവർത്തനങ്ങളിൽ ഇത് ഏർപ്പെടുക എന്നുള്ളത് നമുക്ക് വലിയ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഷർമിയ ചികിത്സാ സഹായ സമിതി ചെയർമാനും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ഗോവിന്ദൻ, ട്രഷറർ എം അബ്ദുള്ള എന്നിവർ ചേർന്ന് 33,700 രൂപയ്ക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ബെന്നി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ കോർഡിനേറ്റർ പി ഗോപി, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ KNC ഇബ്രാഹിം, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കൃപേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സും നടത്തി. യുവജന കൺവെൻഷൻ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് പടുവളം EMS മന്ദിരത്തിൽ നടന്ന യുവജന കൺവെൻഷന്റെ ഭാഗമായി നടത്തിയ ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇന്നു നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ അമേരിക്ക കണ്ടെത്തുന്ന വഴി അവരുടെ കൈകളിലെ ആയുധങ്ങൾ വിറ്റഴിക്കലാണ്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന പോലെയല്ല, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലെയല്ല. ആയുധം വിറ്റഴിക്കപ്പെടണമെങ്കിൽ യുദ്ധം ഉണ്ടാകണം, യുദ്ധം സൃഷ്ടിക്കപ്പെടണം. ആ യുദ്ധം സൃഷ്ടിക്കപ്പെടുന്നതിൽ നിർണായകമായ ഇടപെടൽ ഫലസ്തീനി ജനതയ്ക്ക് മേലുള്ള വേട്ടയാടലിനെ ഇസ്രയേലിനെ സർവ്വ പിന്തുണയും കൊടുത്തുകൊണ്ട് സൈനിസ്റ്റ് ഭീകരതയെ സഹായിക്കുന്നവരായി അമേരിക്കൻ സാമ്രാജ്യത്വം മാറുന്നു. ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. കെ കനീഷ്, KV യദു, പി സനൽ, കെ ബജിത്ത്, CV ശരത്, പി വൈശാഖ്, TV ശോഭിത്, പി റോജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KSTA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി വിദ്യാലയ ശുചീകരണം നടത്തി. KSTA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ GLPS കളനാട് ന്യൂ സ്കൂളിൽ ഉപജില്ലാതല വിദ്യാലയ ശുചീകരണം ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മൈമൂന അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ആശംസകൾ നേർന്നു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG പ്രതീഷ്, അധ്യാപക ബ്രിഗേഡ് ക്യാപ്റ്റൻ രതീഷ് കുമാർ റേ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലളിതകുമാരി P, വെൻസിമോൾ VG എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി A മധുസൂദനൻ സ്വാഗതവും പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങിന് ഹെഡ് മിസ്റ്റേഴ്സ് ഇൻചാർജ് സുബിന T നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കളനാട്. JCI സോൺ 19 വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും മാഹിലെയും +2 ഡിഗ്രി പഠനം ഈ വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലും മാഹിയിലുമായുള്ള JCI സോൺ 19 നേതൃത്വത്തിൽ നടക്കുന്ന 50 ലക്ഷം സ്കോളർഷിപ്പിനായുള്ള പരീക്ഷ ജൂൺ 6 കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കുമെന്ന് JCI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ സെമ്പർ ഇന്റർനാഷണൽ JCI ഇന്ത്യയുടെ കീഴിൽ വരുന്ന 28 സോണുകളിൽ ഒരു സോണാണ് കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മാഹി അടങ്ങുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം. ജൂനിയർ സെമ്പർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് 18-40 ഇടയിലുള്ള യുവാക്കളുടെ ഏകദേശം 120 പരം രാജ്യങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വർഷം JCIന്റെ സോൺ 19 കുട്ടികൾക്കായിട്ട് ഒരു 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയായിട്ടാണ് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എക്സാം മാർക്ക് അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസ് 100% വരെ സ്കോളർഷിപ്പായി നേടാം. പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും 15% ട്യൂഷൻ ഫീസ് ഇളവ് ലഭിക്കും. സോൺ 19 കീഴിൽ നടക്കുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ കാഞ്ഞങ്ങാട് കൂടാതെ മറ്റ് 9 സെന്ററുകളുണ്ട്. സ്കോളർഷിപ്പ് കൂടാതെ പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 7,000 രൂപയും 2ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 5,000 രൂപയും 3ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 3,000 രൂപയും നൽകും. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 5. വിശദവിവരങ്ങൾക്ക് 7559999500 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാർത്താസമ്മേളനത്തിൽ സോൺ 19 ഡയറക്ടർ N അരുൺ പ്രഭു, പ്രൊജക്ട് ഡയറക്ടർ സിദർ സൈഫുദ്ദീൻ, JCI നീലേശ്വരം എലൈറ്റ് പ്രസിഡന്റ് KS അനൂപ് രാജ്, JCI നീലേശ്വരം പ്രസിഡന്റ് സംഗീത അഭയ്, JCI പഴശ്ശി സെക്രട്ടറി നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. 3-ാം മൈൽ പറക്ലായ് റോഡിൽ പൂതങ്ങാനത്ത് റോഡിന്റെ അരിക് ഇടിഞ്ഞു താഴ്ന്നു. ഒഴിവായത് വൻ ദുരന്തം.
വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷന് ശാപമോക്ഷം. പുതിയ കെട്ടിടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 15,000 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു. രാസലഹരിയും പുകയില ഉൽപ്പന്നങ്ങളായ ലഹരി വസ്തുക്കളും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ തടയണമെന്ന ആവശ്യമുന്നയിച്ചും സാമൂഹ്യ അവബോധം ലക്ഷ്യമിട്ടും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സൈക്കിൾ റൈഡ് നടത്തി. വെള്ളക്കെട്ടിൽ വീണു മരിച്ച കോട്ടിക്കുളം സ്വദേശി സാദിഖ് പകർത്തിയ കാലവർഷക്കെടുതിയുടെ വീഡിയോ നൊമ്പര കാഴ്ചയായി മാറുന്നു. പട്ലയിലെ ഭാര്യ വീടിനടുത്ത് വെച്ചാണ് സാദിഖ് കാൽ തന്നെ തോട്ടിൽ വീണത്. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 17 പോലീസ് ഓഫീസർമാർക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മോൾ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്.